ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മാഡം അത് പറയാതിരിക്കുന്നല്ലേ? അല്ല രാജു, അമ്മ എനിക്ക് ജീവനാ എന്ന് വെച്ച് അമ്മ കാണിക്കുന്ന എന്തും ശരിയാണെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? നല്ല ദിവസങ്ങൾ വരും അല്ലേ രാജു? നീ ഇത്ര തരം താണവളാവുന്നു, ഇത്രയ്ക്ക് സംസ്കാരമില്ലാത്തവളാവുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഈ അമ്മായിമ്മ പോരിന്റെയും നാത്തൂം പോരിന്റെ ഒക്കെ കാലം കഴിഞ്ഞുന്നാ ഞാൻ കരുതിയിരുന്നത്. ഞാൻ എന്റെ സങ്കടങ്ങളാ പറഞ്ഞേ. എന്ത് സങ്കടങ്ങളാടി? രാജുവിന്റെ ഋതികമോളുടെയും കല്യാണം കഴിഞ്ഞ് അവരിവിടെ വന്ന് കേറി ഇപ്പൊ തുടങ്ങിയതാ നീ. എന്ത് സങ്കടങ്ങളാടി നിനക്ക്? നിന്റെ മകൻ നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ചതാണോ നിന്റെ സങ്കടം? പിന്നെ നല്ലൊരു പെണ്ണ്. എരിയുന്ന തീയിലേക്ക് എണ്ണ കോരി ഒഴിച്ച് ആളിക്കത്തിക്കാതെ മാറിക്കടി. അടിച്ച് ഞാൻ കരണം പൊളിക്കും. അച്ഛനോട് തർക്കുത്തരം പറയാതെ മിണ്ടാതിരിക്കടി. അവളെ ചെപ്പാക്കുറ്റി നോക്കൊന്ന് പൊട്ടിക്കടാ. വെറുതെ കെട്ടിയോനാണെന്നും പറഞ്ഞ് നടക്കുന്നു. നിന്നേക്കാൾ ഭാഗ്യവതിയായ മറ്റൊരമ്മ എന്റെ അറിവിലില്ല. ഒരു സ്വഭാവ ദൂഷ്യമില്ലാത്ത സ്നേഹമുള്ളൊരു മകൻ. അവൻ കല്യാണം കഴിച്ചിരിക്കുന്നതോ ഐശ്വര്യമുള്ള സൽസ്വഭാവിയായ ഒരു പെണ്ണിന്. ഒരു കോടീശ്വരിയാണെന്നതോ മന്ത്രിയുടെ മകളാണെന്നോ ഉള്ളത് നീ ഞങ്ങൾ വിട്ടേക്ക്. അതൊക്കെ നിനക്ക് കിട്ടിയ ബോണസ് ആയിട്ട് മാത്രം കരുതിയാ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. മറ്റു മക്കളെ കുറിച്ച് വിചാരമില്ലെന്ന് ആര് പറഞ്ഞടി? എന്റെ പെൺമക്കള് രണ്ടും വിവാഹിതരായി. ഇനി അവരുടെ കാര്യം നോക്കാൻ അവരുടെ ഭർത്താക്കന്മാരുണ്ട്. അതിലൊരു മകളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്നവന്റെ അവസ്ഥ എന്തടി? ശ്രീലക്ഷ്മി അവളുടെ ഭർത്താവിനോടൊപ്പം വാടക വീട്ടിൽ ജീവിക്കുന്നുണ്ട്. ഇവള് ഭർത്താവിന്റെ വീട്ടിൽ പോവാതെ അവനെ കൊണ്ട് ഒരു തൊഴിലും ചെയ്യിപ്പിക്കാതെ ഇവള് രാജുവിനെ പറ്റിച്ച് ജീവിക്കുന്നു. എന്നിട്ട് അവന് നേരെ അംഗത്തിന് ആളെ കൂട്ടണം. കേക്കടാ കേക്ക്. നല്ലോണ മന്ത്രം കേട്ട് ജീവിക്കുന്ന ഏതൊരു പുരുഷനും പടുകുഴി ചാടും. നിങ്ങളും ഞാനും തമ്മിലുള്ള ടൈംസ് തെറ്റേ. പോടാ. പെൺമക്കളൊക്കെ നിന്നെ വിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകും. വല്ലപ്പോഴും കേറി വരണതേ മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ജനിച്ച വീട്ടിൽ നിന്ന് പലതും അടിച്ചോണ്ട് പോകാനായിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ കപ്പ, കാച്ചില്, കണ്ടിച്ചേമ്പ്, കപ്പളങ്ങ വരെ അടിച്ചോണ്ട് പോകും. എത്ര കറക്റ്റാ ഇങ്ങേരി പറയുന്നത്. എടീ, നിന്റെ കൂടെ നിന്റെ മരണം വരെ ഉണ്ടാകുന്നത് നിന്റെ മകനും അവന്റെ ഭാര്യ. മരുമകളാ അന്ത്യകാലത്ത് നിനക്ക് മകളായി മാറുന്നത്. നീ നിന്റെ മരുമകളോട് പറഞ്ഞ വാക്കുകളൊക്കെ തിരിച്ചെടുക്കേണ്ട ഒരു ദിവസം വരൂടി. കാത്തിരുന്നോ? രാജു ഇന്ന് പോണ്ട. ഞാനാ പറയുന്നേ, ഇന്ന് പോണ്ട. ഭാര്യ പറഞ്ഞ ഭർത്താവ് കേക്കണം. ഇന്ന് പോണ്ട. എനിക്ക് രാജു എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം. രാജു
മോളെ രാജു. രാജു മോളെ മോളെ രമ്യേ, എഴുന്നേക്ക് മോളെ. വാ രാജു പോയോ? മോൾ എഴുന്നേക്ക്. വാ മോളെ ജ്യൂസ് കുടിക്കും മോളെ. രാജു പോയോ അമ്മേ? ഇല്ല, ഇവിടെയുണ്ട്. ഇപ്പൊ വരും. രാജുവിനോട് ഇന്ന് പോണ്ടെന്ന് പറയമ്മേ. പറയാം. മോളി ജ്യൂസ് കുറച്ചുകൂടെ കുടിച്ചേ. കുടിക്കും മോളെ. കുറച്ചുകൂടെ കുടിക്കേ. ഇച്ചിരി കൂടെ കുടിക്കേ. ദൈവമേ, ആ ദ്രോഹി നശിച്ചു പോണേ. രാജു, അമ്മ തകർത്തത് മാഡത്തിന്റെ മനസ്സ് മാത്രമല്ല, എന്റെയും കൂടിയാ. എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കുക. രാജു വിഷമിക്കാതെ. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും മാഡം? ഞാൻ ഇവിടെ ഉള്ളപ്പോ മാഡത്തോട് അമ്മ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പോ എന്തായിരിക്കും? രാജു ഇല്ലാത്തപ്പോ രാധമ്മ എന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി മാഡം അത് പറയാതിരിക്കുന്നല്ലേ? അല്ല രാജു, അമ്മ എനിക്ക് ജീവനാ. എന്നുവെച്ച് അമ്മ കാണിക്കുന്ന എന്തും ശരിയാണെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? മോളെ, ഇത് കുടിക്കും മോളെ. അയ്യോ, എനിക്ക് പാലൊന്നും വേണ്ട വല്യമ്മേ. അയ്യോ, അങ്ങനെ പറയരുത്. ഒന്നും കഴിക്കാത്തതല്ലേ. ഇത് കുടിക്കേ. വേണ്ട വല്യമ്മേ. കുടിക്ക്. ഇത് മോളുടെ മുത്തശ്ശി തരുന്നതായിട്ട് കരുതിയാ മതി. കുടിക്കേ. കുടിക്കേ. കുടിക്ക്. കുടിക്കും മോളെ. ഇനി സമാധാനമായിട്ട് രണ്ടുപേരും കിടന്നുറങ്ങ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഇടയിൽ ഇതൊന്നും ഒന്നുമല്ല. പോട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുമ്പം തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അകലേ